എല്ലാവരും പറയുന്നത് കേൾക്കില്ല. ഈ വിസ പുതുക്കാൻ വേണ്ടി ഒമാനിൽ പോകുന്നു അങ്ങനെ ഒരു പോക്ക് ഞാനും പോയി. ആ മോനെ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു പോക്ക് പോകില്ല. ഞാൻ അന്നേരം തന്നെ തീരുമാനിച്ചു. ഇതാണ് റൂം കയറുമ്പോൾ തന്നെ എന്തോ ഒരു നാട്ടം ഒന്നും പറയണ്ട. പിന്നെ ഈ ബെഡാണ് എൻ്റെ ബെഡ്. ഇതല്ല ഇതിപ്പം കാണിക്കുന്നില്ല. ഇതാണ് എൻ്റെ ബെഡ്. ഞാനിടയ്ക്ക് ഈ ബെഡിൻ്റെ മുകളിൽ കയറുമ്പോൾ എന്തിനും പറയുന്നത് ചെറുപയർ ഉള്ളിയോ അത് ഈ മറ്റുള്ളവർ എൻ്റെ മുമ്പുണ്ടായവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം മൊത്തം ഇതിൻ്റെ മുകളിലാണ്. ബെഡൊന്നും ബെഡ്ഷീറ്റൊന്നും തട്ടിപ്പിരിക്കാൻ വേണ്ടി വരെ കഴുകലോ ഇല്ല. എത്ര ആളെ എന്തെല്ലാം രോഗികൾ ആരെല്ലാം കിടന്ന കട്ടിൽ ബെഡ്ഷീറ്റായിരിക്കും. പക്ഷെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഗതികോട് കൊണ്ട് നമ്മൾ അതിൽ കിടന്നു. പിന്നെ വേറെ വഴിയില്ലല്ലോ. അങ്ങനത്തെ ഒരവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈഫൈ ഉണ്ട്. വൈഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ലേശം പുറത്തിറങ്ങിയാൽ ആ വൈഫൈ കിട്ടില്ല. ഞാൻ അവിടെ പോയതിന് ശേഷം നാട്ടിലേക്ക് വീഡിയോ കോൾ കയറ്റുക. വാട്സപ്പ് പിന്നെ എന്ത് മെസ്സേജ് വന്നാൽ വോയിസ് മെസ്സേജ് എന്തും വന്നാൽ അതുകൊണ്ട് ഡൗൺലോഡാക്കി കേൾക്കണമെങ്കിൽ രാവിലെ അയച്ച മെസ്സേജ് നമ്മൾ കേൾക്കൽ ഉച്ചക്കലാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് 4 കട്ടിലയിൽ 4 കട്ടിൽ 4 8 ആൾ. അതുപോലത്തെ 3 റൂമുണ്ട്. 1 2 3 4 റൂമുണ്ട്. ഈ 4 റൂമിൽ ഞാൻ എണ്ണ നോക്കിയാൽ 8 ആളെ വെച്ചിട്ട് 32 ആളായിരിക്കും. 32 ആൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു കക്കൂസാണ്. ഇത്രയും റൂമിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു കക്കൂസാണ്. അതിൻ്റെ അടുത്ത് വേറൊരു കാര്യം പറയണ്ടെന്നറിയാം. നമ്മൾ പോയതിൻ്റെ പിറ്റേന്നാണ് നമ്മൾ പോകുന്ന ദിവസം നമുക്ക് ഭക്ഷണമുണ്ട്. പക്ഷേ പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പിന്നെ 12 റുപ്യ കൊടുക്കണം. 12 റുപ്യ കൊടുത്താണ്ട് എൻ്റെ മോനെ വാരി വെക്കാൻ കൊള്ളില്ല. അങ്ങനത്തെ ഭക്ഷണമാണ്. പെട്ട് ഞാൻ 3 ദിവസം ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയി. അതുപോലെ അതിൻ്റെ അടുക്ക് നമ്മൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ പാസ്പോർട്ട് ഇവർ വാങ്ങി വെക്കും. തിരിച്ച് നമ്മൾ വരാൻ വേണ്ടി ബസ്സിൽ കയറുമ്പോൾ നമുക്ക് പാസ്പോർട്ട് തേട്ട് എന്തിനും വാങ്ങി വെക്കുന്നൊന്നും അറിയില്ല. ഇനി ഒരു റൂം റെൻറ്റ് ഒരു ദിവസത്തേക്ക് 30 റുപ്യാണ് ഒരു ബെഡിന്. ആ 30 റുപ്യയുടെ ബെഡാണ് ഒരു ബെഡ്ഷീറ്റ് ഒന്ന് തട്ടിക്കൊടയെ പോലും ചെയ്യാണ്ട് നമുക്ക് തരുന്നത്. എന്നിട്ട് 30 റുപ്യ മേടിക്കും. എന്നിട്ട് അതിൽ ഒരുത്തൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ട് ആ പാവൻ ചങ്ങായി പിന്നെ ഇവരെ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഓൻ പിന്നെ ഞാൻ എക്സിറ്റ് ഇത് ഔട്ട് ഹൗസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്ത് നേരം കഷ്ടപ്പാടാണ്. ഇവിടെ ഒരു കാക്ക ഒരു മെസ്സ് നടത്തുന്നുണ്ട്. ആണ് ചായക്ക് മേടിക്കുന്നത് 2 റുപ്യ, ഒരു ബിരിയാണിക്ക് മേടിക്കുന്നത് 12 റുപ്യ. വേറെ ഇതെല്ലാം അതുപോലെ ഇവർ നമ്മളെ കൊണ്ടിടുന്നുണ്ടല്ലോ. ഈ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കും. കാരണം നമ്മളെന്തെങ്കിലും നമ്മളെ വായിക്ക് രുചിയിലെന്തും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഈ മെസ്സെല്ലാം നടത്തുന്ന ഈ കമ്പനി തന്നെയാണ്. ഈ മെസ്സും അതിൻ്റെ ഉള്ള ഒരു ബക്കാരുണ്ട്. അതെല്ലാം നടത്തുന്ന ഇവർ സ്വന്തം തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് കച്ചവടം ഉണ്ടാവില്ലല്ലോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ഭക്ഷണങ്ങളിൽ പോയിട്ട് കഴിക്കാനുള്ള അനുമതിയൊന്നും ഇല്ല കേട്ടോ. അതെല്ലാം അവർ പറയും. അങ്ങനെ പല വിഷയങ്ങളാണ്. നമ്മളെ റൂമിൻ്റെ തന്നെ എത്രയോ കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരം ഹോട്ടലില്ല. ഇടയ്ക്ക് പോയിട്ട് ആടുന്ന് ഭക്ഷണം കഴിക്കും. നല്ല ഒന്നാന്തരം ഫുഡാണ്. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മെയിനായിട്ട് തന്നെ നമ്മളെ നെറ്റിൻ്റെ എല്ലാം പ്രശ്നം തന്നെ. നെറ്റ് തീരെ കിട്ടുന്നില്ല. പിന്നെ തിരിച്ച് വരുമ്പോൾ കൊണ്ടാക്കി 3 ബസ്സും 1 കാറും. അതങ്ങനെയാണ് എന്നെ ഷാർജയിൽ കൊണ്ടാക്കിയത് മാറി കയറ്റിയിട്ട്.